ആളെ കൂടി നഷ്ടമായിരിക്കുന്നു. ആ വിയോഗ വാർത്തയിലേക്ക് തന്നെയാണ് ISRO മുൻ മേധാവി കെ കസ്തൂരിരംഗൻ അന്തരിച്ചിരിക്കുന്നു. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ പ്രതിഭയാണ്. KB ശ്രീധരനും ഒപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ബഹിരാകാശ മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ ഒരു മഹാപ്രതിഭയെ നഷ്ടമായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ശ്രീധരൻ പറയും. മോദി ISRO മുൻ മേധാവി എന്നതിനപ്പുറം അദ്ദേഹം ഈ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിന്റെ പുനഃപരിശോധനാ സമിതിയുടെ ചെയർമാനായിരുന്നു. നമ്മൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു, അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ വന്നു. അതിന് പിന്നാലെയാണ് പുനഃപരിശോധനയ്ക്കായി കേന്ദ്ര സർക്കാർ ഈ കസ്തൂരിരംഗൻ സമിതിയെ വെക്കുന്നത്. അങ്ങനെ ആ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കൂടി അല്ലെങ്കിൽ ആ സമിതിയുടെ കൂടി ചെയർമാനായിരുന്നു K കസ്തൂരിരംഗൻ. ഏതായാലും നാളെ അദ്ദേഹത്തിന്റെ തട്ടകമായിട്ടുള്ള ബംഗളൂരുവിൽ തന്നെ ഈ പൊതുദർശനം ഒക്കെ ഉണ്ടാവും. UR റാവു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയൊക്കെ സയൻസ് സെന്ററിന്റെയൊക്കെ ചെയർമാനായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മേഖല എന്നുള്ളത് ISROയുടെ ആസ്ഥാനം എന്ന രീതിയിൽ തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഏതായാലും ബംഗളൂരുവിൽ നാളെ പൊതുദർശനമുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. അതിനെക്കുറിച്ച് അല്പസമയത്തിനകം കൃത്യമായിട്ടുള്ള വ്യക്തത വരും. ഏതായാലും മലയാളികളെ സംബന്ധിച്ച് മലയാളിയായിട്ടുള്ള ഒരു ISRO മുൻ മേധാവി എന്നുള്ള ഒരു പ്രത്യേകത കൂടി K കസ്തൂരിരംഗനെ സംബന്ധിച്ച് ഉണ്ട്. നിരവധി ISROയുടെ നിരവധി പ്രൊജക്ടുകൾക്ക് ചുക്കാൻ പിടിച്ച ആളോ 9 വർഷക്കാലം ISROയെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ബഹിരാകാശ ഗവേഷണങ്ങളെ നയിച്ച വ്യക്തി, രാജ്യസഭാംഗമായി പ്രവർത്തിച്ച വ്യക്തി, നിരവധി കേന്ദ്ര സർക്കാരിന്റെ തന്നെ നിരവധി സമിതികളിൽ പ്രവർത്തിച്ച വ്യക്തി, പ്ലാനിംഗ് ബോർഡിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയനാണ്. ഏതായാലും അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിട്ടുള്ള വിവരം ISROയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ പുറത്തു വരുന്നത്. 84 വയസ്സായിരുന്നു, കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും മലയാളികളെ സംബന്ധിച്ച് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കൂടുതൽ സുപരിചിതനാവുന്നത്. ISRO ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹം നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കസ്തൂരിരംഗൻ പശ്ചിമഘട്ട പുനഃപരിശോധനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ സമിതിയുമായി ബന്ധപ്പെട്ടുകൂടി പ്രവർത്തിച്ച ഒരു വലിയ ശാസ്ത്രജ്ഞൻ, വലിയ വ്യക്തി തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മഹാപ്രതിഭ എന്ന് വേണം പറയാൻ. ISROയുടെ തലപ്പത്ത് 9 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞൻ. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തെ പറ്റി പഠനം നടത്തിയ ആളെന്നുള്ള നിലയിൽ പഠനവും റിപ്പോർട്ടും അവതരിപ്പിച്ച ആളെന്നുള്ള നിലയിലും സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് K കസ്തൂരിരംഗൻ. ഇൻസാറ്റ് ഉപഗ്രഹ ശ്രേണി ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ ISRO അദ്ദേഹം നയിക്കുന്ന കാലത്താണ്. ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 84 വയസ്സായിരുന്നു. വിശദമായി ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ വിലയിരുത്തലിന് ശേഷമൊക്കെ ശുപാർശകളെ തത്വത്തിൽ അംഗീകരിക്കുന്നത് ഒരു നിലപാടായിരുന്നു കസ്തൂരിരംഗൻ സമിതിയും മുന്നോട്ട് വെച്ചത്. ആ സമയത്ത് അദ്ദേഹം ആസൂത്രണ ബോർഡ് അംഗമായി പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുകയായിരുന്നു ചെയ്തത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിച്ച മറ്റൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു വേണ്ടി. ഇതിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിക്കുകയും രാജ്യം ഒന്നാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. കാരണം പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട പഠനമായിരുന്നു നടത്തിയിരുന്നത്. ഇതിലൊക്കെ നിർണായക പങ്ക് വഹിച്ചു. ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു. നിരവധി സർവകലാശാലകളുടെ മേൽനോട്ടവും ഒപ്പം വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. ബംഗളൂരു ആസ്ഥാനമായി തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബംഗളൂരുവിലായിരിക്കും പൊതുദർശനവും സംസ്കാരവും ഒക്കെ എന്നാണ് നമ്മൾ കരുതുന്നത്. അല്പം മുമ്പാണ് കസ്തൂരിരംഗന് വിട നൽകേണ്ടി വന്നത്. നമുക്ക് വളരെ വലിയൊരു നഷ്ടം, നികത്താനാവാത്ത നഷ്ടമെന്ന് നമ്മൾ എല്ലാ വിയോഗങ്ങളെയും പറയുമെങ്കിലും തീർച്ചയായും അദ്ദേഹം നൽകിയ സംഭാവനകൾ, രാജ്യത്തിലെ ഇടപെടലുകൾ, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്താൽ നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. JNUവിൻ്റെ വൈസ് ചാൻസലർ ആയിരുന്നു. ചന്ദ്രയാൻ പദ്ധതിക്കൊക്കെ തുടക്കം കുറിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും വളരെ ശ്രദ്ധേയനായിരുന്നു K കസ്തൂരിരംഗൻ.